ലോകം അങ്ങേയറ്റം ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു മഹായുദ്ധത്തിന്റെ വക്കിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ അതിശക്തമായ വ്യോമാക്രമണം മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രയേൽ ഇറാൻ ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ സൈനിക നീക്കങ്ങളും ഇറാന്റെ തിരിച്ചടിയും കൂടിയായപ്പോൾ ലോകം ഇതുവരെ കാണാത്തത്ര ഭീകരമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ നീക്കം ഇറാന്റെ ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനെ ലക്ഷ്യമാക്കി നടത്തിയ ഈ സൈനിക നീക്കത്തിന് ലയൺസ് റോർ അഥവാ സിംഹത്തിന്റെ ഗർജനം എന്നാണ് ഇസ്രയേൽ നൽകിയിരിക്കുന്ന പേര്. മുൻപ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഇസ്രയേൽ പ്രതിരോധ സേന നൽകിയിരുന്ന പേരുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രധാനമന്ത്രി നെതന്യാഹു നേരിട്ടാണ് ഈ പേര് തെരഞ്ഞെടുത്തത് എന്നത് തന്നെ ഇതിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. അതേസമയം ഈ സംയുക്ത സൈനിക നീക്കത്തെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്നാണ് പെന്റഗൺ വിശേഷിപ്പിച്ചത്. ഇറാന്റെ നാവികസേനയെയും മിസൈൽ നിർമ്മാണശാലകളെയും പാടെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുദ്ധവിമാനങ്ങൾ ടെഹ്റാൻ ലക്ഷ്യമാക്കി പറന്നത്. ഇറാന്റെ സൈനിക ശേഷിയെ മുച്ചൂടും നശിപ്പിക്കുമെന്നും മിസൈൽ വ്യവസായത്തെ തറപറ്റിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഫ്ലോറിഡയിലെ വസതിയിൽ നിന്നും പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇറാന്റെ ഭരണകൂടത്തെ പുറത്താക്കാനുള്ള സുവർണ അവസരമാണിതെന്ന് അദ്ദേഹം ഇറാനിയൻ ജനതയെ ഓർമ്മിപ്പിച്ചു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ തങ്ങളുടെ തിരിച്ചടി ആരംഭിച്ചു. ചരിത്രത്തിലാദ്യമായി ഇസ്രായേലിന് നേരെ വലിയ തോതിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു പ്രവാഹം തന്നെ ഇറാൻ അയച്ചു. ഇസ്രായേലിലെ പല നഗരങ്ങളിലും അപായ സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങളോട് ബങ്കറുകളിലേക്ക് മാറാനും സൈന്യം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പല മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്തെങ്കിലും വടക്കൻ ഇസ്രായേലിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC തങ്ങൾ വിക്ഷേപിച്ച മിസൈലുകൾ ലക്ഷ്യം കണ്ടുവെന്ന് അവകാശപ്പെടുമ്പോൾ ഇസ്രായേൽ പ്രതിരോധം കൂടുതൽ കടുപ്പിക്കുകയാണ്. ഈ ആക്രമണങ്ങൾ തുടർന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ വരെ തകർക്കാൻ മടിക്കില്ലെന്ന സന്ദേശമാണ് ഇസ്രായേൽ നൽകുന്നത്. സൈനികമായ ആക്രമണത്തിനോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ഒരു ഭരണ മാറ്റമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തെ പുറത്താക്കി ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രവാസി ഇറാനികൾ വലിയ പിന്തുണയാണ് നൽകുന്നത്. ഇറാന്റെ മുൻ രാജാവായിരുന്ന ഷായുടെ മകൻ റസ പഹ്ലവി ഈ ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. ഇറാന്റെ വിജയം അരികിലാണെന്നും തന്റെ ജനതയോടൊപ്പം ചേർന്ന് രാജ്യം കെട്ടിപ്പടുക്കാൻ താൻ ഉടൻ തിരിച്ചെത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. വാഷിംഗ്ടണിൽ പ്രവാസ ജീവിതം നയിക്കുന്ന പഹ്ലവിയുടെ വാക്കുകൾ ഇറാനിലെ നിലവിലെ ഭരണകൂടത്തിനെതിരായ ജനവികാരം ഇളക്കിവിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇറാനിയൻ ജനത തങ്ങളുടെ ഭാവി സ്വന്തം കൈകളിൽ എടുക്കണമെന്ന ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ആഹ്വാനം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ യുദ്ധ സാഹചര്യം ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത് പശ്ചിമേഷ്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി മലയാളികളെയും കൂടിയാണ്. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ താമസിക്കുന്ന പ്രവാസികൾ കടുത്ത ആശങ്കയിലാണ് ഇപ്പോൾ. സംഘർഷം അയൽ രാജ്യങ്ങളിലേക്ക് പടർന്നാൽ അത് തങ്ങളുടെ ജീവിതത്തെയും തൊഴിലിനെയും എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല. ഖത്തറിലെ ബ്രിട്ടീഷ് എംബസി തങ്ങളുടെ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് തുടരാൻ നിർദ്ദേശിച്ചത് പ്രവാസികൾക്കിടയിൽ പരിഭ്രാന്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ബഹ്റൈൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങൾ റദ്ദാക്കുന്ന സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട്. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഗൾഫ് മേഖലയിലെ വ്യാപാരത്തെയും ചരക്ക് നീക്കത്തെയും ഗുരുതരമായി ബാധിക്കും. യുദ്ധം തുടങ്ങിയതോടെ പശ്ചിമേഷ്യയിലേക്കുള്ള വ്യോമപാതകൾ മിക്കവാറും അടഞ്ഞു കഴിഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ ആകാശം സിവിലിയൻ വിമാനങ്ങൾക്കായി അടച്ചു കഴിഞ്ഞു. ഇതിനെ തുടർന്ന് ഡൽഹിയിൽ നിന്നും ടെൽ അവീവിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം പാതി വഴിയിൽ നിന്നും തിരിച്ചുവിട്ട് മുംബൈയിൽ ഇറക്കേണ്ടി വന്നിട്ടുണ്ട്. എയർ ഇന്ത്യയെ കൂടാതെ ലുഫ്താൻസ, വിസയർ, KLM, ഒമാൻ എയർ തുടങ്ങിയ പ്രമുഖ വിമാന കമ്പനികളെല്ലാം ദുബായ്, അബുദാബി, മസ്കറ്റ്, ബാഗ്ദാദ് തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി. ഇത് ആയിരക്കണക്കിന് യാത്രക്കാരെയാണ് പെരുവഴിയിലാക്കിയിരിക്കുന്നത്. റഷ്യയും കുവൈറ്റും ഇറാഖും തങ്ങളുടെ വ്യോമപാതകൾ താൽക്കാലികമായി അടച്ചു കഴിഞ്ഞു. ഈ നിയന്ത്രണങ്ങൾ നീണ്ടുനിന്നാൽ അത് ലോകമെമ്പാടുമുള്ള വ്യോമയാന മേഖലയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. ഇസ്രയേലിലും പരിസര രാജ്യങ്ങളിലും താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് കേന്ദ്ര സർക്കാർ കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും ഏത് സാഹചര്യത്തെയും ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ടെൽ അവീവിലെ ഇന്ത്യൻ എംബസി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രവാസി
മലയാളികൾ തങ്ങളുടെ ബന്ധുക്കളുമായി നിരന്തരം സമ്പർക്കം പുലർത്തേണ്ടതുണ്ടെങ്കിലും യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം എന്താകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. കേരളത്തിലെ കുടുംബങ്ങളും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയെ ഓർത്ത് കടുത്ത ആശങ്കയിലാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, ഇത് ലോകക്രമത്തെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകൾ ഈ യുദ്ധത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. ഇറാന്റെ ആണവ പദ്ധതികളെ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം അമേരിക്കയ്ക്കുണ്ടെങ്കിൽ അത് റഷ്യയെ പോലെയുള്ള രാജ്യങ്ങളെ എങ്ങനെ പ്രകോപിപ്പിക്കുമെന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയതായുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ ഉള്ളിലും വലിയ തോതിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. യുദ്ധം അവസാനിക്കണമെങ്കിൽ ഒരുപക്ഷെ ഇറാന്റെ നിലവിലെ ഭരണകൂടത്തിന് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ ഭരണമാറ്റം അനിവാര്യമായി വരും. ഈ സായുധ പോരാട്ടം മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ശാന്തിയും സമാധാനവും പുലരേണ്ട പശ്ചിമേഷ്യൻ മണ്ണിൽ മിസൈലുകളും ബോംബുകളും വർഷിക്കുമ്പോൾ അത് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതമാണ് തകർക്കുന്നത്. യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ലെന്ന ചരിത്ര സത്യം നിലനിൽക്കെ തന്നെ അധികാരത്തിന്റെ പേശീബലം കാണിക്കാൻ രാഷ്ട്രത്തലവന്മാർ നടത്തുന്ന ഈ നീക്കങ്ങൾ ലോകത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന ചോദ്യം ബാക്കിയാകുന്നു. പശ്ചിമേഷ്യയിലെ ഈ കനൽ എത്രയും വേഗം അണയട്ടെ എന്ന് പ്രത്യാശിക്കുമ്പോഴും വരാനിരിക്കുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.